بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، رب يسر ولا تؤسر، رب زدنا علما وحلما وفهما وعقلا وحفظا كاملا، واغفر لنا وارحمنا ولمشايخنا لأساتذتنا ولمصنف هذا الكتاب ولجميع المصنفين والصالحين وانفعنا بهم. ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് മുന്നിടൽ. ഖിബ്ലക്ക് മുന്നിടൽ എന്ന ഭാഗമാണ് നമുക്ക് ചർച്ച. ഇസ്തിഖ്ബാലു ഐനിൽ ഖിബ്ല, നിസ്കാരത്തിൽ ഖിബ്ലയുടെ തടിയ മുന്നിടൽ. ഖിബ്ലയുടെ തടിമക്ക് നേരെ വരണം. അങ്ങനെ ഐനിൽ ഖിബ്ല, ഖിബ്ലയുടെ തടിക്ക് മുന്നിടൽ യഖീനൻ, ഉറപ്പായ നിലക്ക് മുന്നിട്ടു എന്ന് നമ്മൾ ഉറപ്പ് വേണം. ഫിൽ ഖുർബി, ഖിബ്ലയുടെ അടുത്ത് നിൽക്കുന്നവൻ. മക്കയില് ഖിബ്ലയുടെ അടുത്തന്നെ നിൽക്കുകയാണെങ്കിൽ ആ തടിമക്ക് മുന്നിട്ടു എന്ന് ഉറപ്പ് വേണം. വലന്നൻ, ഭാവനയിൽ ആ തടിമക്ക് മുന്നിടണം. ഫിൽ ബോയതി, ദൂരെ നിൽക്കുന്നവൻ. ദൂരെ നിൽക്കുന്നപ്പോ നമ്മളൊക്കെ ദൂരെയാണ്. അപ്പൊ ഉറപ്പ് ആയിട്ടല്ല, ഭാവനയായിട്ട് മുന്നിട്ടു എന്നത് വരണം. അത് ഷർത്തുൻ, ഷർത്താണ്. മിൻ ശുറൂത്തി സ്വലാത്തി, നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട. ഇനി ഖിബ്ലക്ക് മുന്നിടൽ ഷർത്തില്ലാത്ത നിസ്കാരം ഏതാ അറിയാം? ഇല്ലാ ഫി ശിദ്ദത്തിൽ ഖൗഫി, പേടി ശക്തിയായവന്റെ നിസ്കാരമൊഴികെ. ഇല്ലാ ഫി ശിദ്ദത്തിൽ ഖൗഫി, പേടി ശക്തിയായവന്റെ നിസ്കാരത്തിലേക്ക്. ഉദാഹരണത്തിന് ഒലിപ്പ് വെള്ളം വരെ, അല്ലെങ്കിൽ തീപിടുത്തം അങ്ങോട്ട് വന്നു, അതിലോ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഓടി. അപ്പൊ ഓടുമ്പോൾ നിസ്കരിക്കാണ്, പേടിച്ച് ഓടാണ്. അപ്പൊ ഓടുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക എന്നല്ലാതെ ഖിബ്ലക്ക് മുന്നിടേണ്ടതില്ല. അപ്പൊ പേടി ശക്തിയാവന് നിസ്കാരത്തിലേക്ക്. വനഫീലി സഫരിൻ മുബാഹിൻ, ഹലാലായ യാത്രക്കാരന്റെ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലേക്ക്. ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരം, അത് പേടിയൊന്നല്ല. സാധാരണ നിലക്ക് നമ്മള് യാത്ര ചെയ്യലില്ല. യാത്ര പോകുമ്പോ നമ്മള് സുന്നത്ത് നിസ്കരിക്കുമ്പോ എന്ത് വേണ്ട, ബസ്സിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ ബസ്സിൽ ഇരുന്ന് കാണാൻ ആംഗ്യം കാട്ടി അങ്ങ് നിസ്കരിച്ചാൽ മതി. ഖിബ്ലക്ക് മുന്നിടണ്ട, പോകുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് അങ്ങ് നിസ്കരിക്കുക. അപ്പൊ ഖിബ്ലക്ക് മുന്നിടൽ സുന്നത്തില്ലാത്ത, ഷർത്തില്ലാത്ത നിസ്കാരാണ് യാത്രയിലെ സുന്നത്ത് നിസ്കാരങ്ങൾ. കഴിയും ഖിബ്ലക്കൊക്കെ മുന്നിടാൻ, എന്നാൽ പോലും ഖിബ്ലക്ക് മുന്നിടാൻ സുന്നത്തില്ല യാത്രയിലെ സുന്നത്ത് നിസ്കാരം. അതെന്തിനാ? യാത്രയിൽ സുന്നത്ത് നിസ്കാരം ഒഴിവാകാതിരിക്കാനും, കഴിവിന്റെ പരമാവധി നിസ്കാരം അങ്ങ് നടക്കട്ടെ വെച്ചിട്ട് ഒരു ഇളവ് അനുവദിച്ചതാ. അപ്പൊ യാത്രയിൽ ഇനിയിപ്പോ ഖിബ്ലക്കൊക്കെ മുന്നിട്ട് നിസ്കരിച്ചിട്ട് സമയം പോകുമെന്ന് കരുതിയിട്ട്, സമയം ദീർഘമാകും എന്ന് കരുതിയിട്ട് ആരും നിസ്കാരം ഒഴിവാക്കണ്ട. എങ്കിൽ പോലും സുന്നത്ത് നിസ്കാരം എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് കരുതി യാത്രക്കാരനൊരു ഇളവ് കൊടുത്തതാണ്. ഏതുപോലെ നമ്മളിപ്പോ സാധാരണ നിന്ന് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ പോലും ഇരുന്നും ചെരിഞ്ഞു കിടന്നും നാട്ടിൽ തന്നെ ആകുമ്പോൾ തന്നെ സുന്നത്ത് നിസ്കരിക്കാം. ഇരുന്ന് നിസ്കരിക്കുക, കിടന്ന് നിസ്കരിക്കുക, പകുതി കൂലേ കിട്ടുള്ളൂ. എന്നാലും സുന്നത്ത് നിസ്കാരം ഒഴിവാകരുത് എന്ന നിലക്കാണ് ഇളവ് കൊടുത്തത്. ഇനിയിപ്പോ നിന്ന് നിസ്കരിക്കുമ്പോ ചിലപ്പോ മടി കാണിക്കുകയോ ക്ഷീണം കാണിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇരുന്ന് നിസ്കരിക്കാം, പകുതി കൂലേ കിട്ടുള്ളൂ. അപ്പൊ എന്നതുപോലെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തവൻക്ക് പോലും യാത്ര പോകുമ്പോൾ സുന്നത്ത് നിസ്കാരം ഖിബ്ലക്ക് മുന്നിൽ നിർബന്ധമല്ല. തിരിയുന്ന പോകുന്ന ഭാഗത്തിലൂടെ ഇരുന്ന് നിസ്കരിച്ചാലും മതി. അപ്പൊ നഫിലി സഫരി മുബാഹിൻ, ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരമൊഴികെ. ചെറിയ യാത്രയാണെങ്കിലും ശരി, ഇവിടുന്ന് കോഴിക്കോട്ടേക്കാ പോണത്, 132 കിലോമീറ്റർ ഒന്നുമില്ല, എന്നാലും ശരി. വലായത്തമിതോ, ഇനി മറ്റൊരു വിഷയം, നമ്മള് ഖിബ്ലക്ക് മുന്നിടൽ നിബന്ധനയാണ് എന്ന് പറഞ്ഞ നിസ്കാരം, അതിനെപ്പറ്റി വിശദീകരിക്കുകയാണ്. വലായത്തമിതു ഫീഹ, ഖിബ്ല ഇന്ന ഭാഗത്താണ് എന്നതിൽ അവലംബിക്കരുത്. ഇല്ലാല മഅരിഫത്തിഹി, അവന്റെ അറിവിന്റെ മേലിലല്ലാതെ. ഓൻക്ക് അറിയുമെങ്കിൽ അവന്റെ അറിവിന്റെ മേലിലല്ലാതെ അവലംബിക്കരുത് എങ്ങട്ട ഖിബ്ല എന്ന്. അവന്റെ അറിവനുസരിച്ച് ചെയ്യണം.
അറിവ് ഇല്ലെങ്കിലോ എനിക്ക് അറിയില്ല. എന്നാൽ അല ഇഖ്ബാരി സിഖത്തിൻ, ഒരു വിശ്വസ്തന്റെ വാർത്തയുടെ മേലിൽ അറിയില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യണം? ഒരു വിശ്വസ്തൻ പറയുന്നതനുസരിച്ച്. അൻ എൽമിൻ, വിശ്വസ്തന്റെ അറിവ് കൊണ്ട് പറയണം. അവനക്കറിയാം, നേർക്കറിയാം. ഫഅല ഇജ്തിഹാദിഹി, ഫഅല ഇജ്തിഹാദിഹി, സ്വന്തം അറിവുമില്ല, മറ്റൊരാൾ അറിയിച്ചു തരാൻ ആരുമില്ല. എന്നാൽ എന്ത് ചെയ്യും? ഫഅല ഇജ്തിഹാദി, മൂന്നാം സ്ഥാനം. ഫാ ഇട്ടാൽ പിന്നെ എന്നർത്ഥം. പിന്നെ അവൻ ഗവേഷണം ചെയ്യണം. ഫഅല ഇജ്തിഹാദിഹി, അറിവില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഓന് ഗവേഷണം ചെയ്യണം. സൂര്യന്റെ ഭാഗത്തേക്ക് ഒക്കെ നോക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കണം കിബില ഏത് ഭാഗത്താണ്. നക്ഷത്രത്തിന്റെ പറ്റി അറിയുന്ന ആളാണെങ്കിൽ നക്ഷത്രം ഉദിക്കുന്ന സ്ഥലമൊക്കെ നോക്കി കണ്ടൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഫഅല ഇജ്തിഹാദ്, അവൻ ഗവേഷണം ചെയ്യണം. അറിയാത്ത ആളാണെങ്കിലാണ്, അറിയുന്ന ആള് അവിടെ പറഞ്ഞുതരാനും ഇല്ലെങ്കിൽ ഫഅല ഇജ്തിഹാദ്, അവൻ ഗവേഷണം ചെയ്യണം. ഫഅല തഖ്ലീദ് മുജ്തഹിദ്, ഗവേഷണം ചെയ്യാനും അവൻക്കറിയില്ല. എന്നാലാ നാലാം സ്ഥാനം. ഫഅല തഖ്ലീദ് മുജ്തഹിദിഹി, ഗവേഷണം ചെയ്ത ആളെ സ്വീകരിക്കലിന്റെ മേലിൽ. ഫഅല തഖ്ലീദ് മുജ്തഹിദിഹി, പിന്നെ എന്നുണ്ട് മറ്റൊരു ഗവേഷണം ചെയ്ത ആള് പറയുന്നത് തഖ്ലീദ് ചെയ്യുക, സ്വീകരിക്കലിന്റെ മേലിൽ. സ്വന്തം ഗവേഷണം ചെയ്യില്ലെങ്കിൽ മറ്റൊരാൾ ഗവേഷണം ചെയ്ത ആള് സ്വീകരിക്കുക. വൽ ഇസ്തിഖ്ബാലു, ഇനി മറ്റൊരു വിഷയം പറയാം. അപ്പൊ കിബില ഏതാന്ന് മനസ്സിലാണ് ഞാൻ ഗവേഷണം ചെയ്യാണ് വേണ്ടത്. അല്ലെങ്കിൽ സ്വന്തം ഗവേഷണം അറിയില്ലെങ്കിൽ മറ്റൊരാൾ ഗവേഷണം സ്വീകരിക്കാം. വൽ ഇസ്തിഖ്ബാലു, കിബിലക്ക് മുന്നിടൽ ബിസ്വദിരി, നെഞ്ച് കൊണ്ടാണ്. ഗവേഷണത്തിന്റെ വിശദ വിവരമൊക്കെ വലിയ കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അതൊക്കെ പരിശോധിക്കാം, പിന്നീട് പഠിക്കാം. കിബിലക്ക് മുന്നിടൽ ബിസ്വദിരി, നെഞ്ചുകൊണ്ടാണ് മുന്നിടേണ്ടത്. ഫിൽ ഖിയാമി, നിൽക്കുമ്പോൾ നിന്ന് നിസ്കരിക്കുകയാണെങ്കിലും വൽ ഖൂദി, ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിലും. വബിജുംലതിഹി, അവന്റെ മൊത്തം കൊണ്ടാണ്. എപ്പോൾ? റുക്കോയിലും സുജൂദ് നെഞ്ചുകൊണ്ട് എന്ന് പറയാൻ പറ്റൂല. വബിജുംലത്തി, അവന്റെ മൊത്തം കൊണ്ടാണ്. ഫിറുക്കോയി വസുജൂദ്, റുക്കോയിലും സുജൂദിലും. വബി മുഖദ്ദമി ബദനിഹി, ശരീരത്തിന്റെ മുൻഭാഗം കൊണ്ടാണ്. ഫിൽ ഇൽതിജായി, ചെരിഞ്ഞു കിടക്കുമ്പോൾ. വബിൽ വജിഹി, മുഖം കൊണ്ടാണ്. വബിൽ അഖ്മസൈനി, രണ്ട് കാൽപാദത്തിന്റെ പള്ള കൊണ്ടാണ്. അഖ്മസ് പറഞ്ഞാല് കാൽപാദത്തിന്റെ പള്ള. വബിൽ വജി, മുഖം കൊണ്ടും. വൽ അഖ്മസൈൻ, രണ്ട് കാൽപാദത്തിന്റെ പള്ള കൊണ്ടുമാണ്. ഫിൽ ഇസ്തിൽഖായി, മലർന്നു കിടക്കുമ്പോൾ. ഇനി പേടി ശക്തി നിസ്കാരത്തില്, ഫർദ് നിസ്കാരത്തിൽ തന്നെ കിബിലക്ക് മുന്നിടണ്ടാന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിനെ പറ്റിയൊരു വിവരണം. ഫമൻ വല്ലവനും ഇസ്തദ്ദ അലൈഹിൽ ഖൗഫു, നമ്മള് പറഞ്ഞത് നേരത്തെ ഇപ്പൊ പറഞ്ഞത് മനസ്സിലായില്ലേ? നൃത്തത്തില് ഇരുത്തത്തിലൊക്കെ നെഞ്ചുകൊണ്ട് കിബിലക്ക് മുന്നിടണം. ചെരിഞ്ഞു കിടക്കുകയാണെങ്കിൽ ശരീരത്തിന്റെ മുൻഭാഗം കൊണ്ട്. മലർന്നു കിടക്കുകയാണെങ്കിൽ മുഖം, അപ്പൊ തലയിണറ്റം തെച്ചിട്ട് മുഖം ഒന്ന് ഉയർത്തിയാൽ മതി. മുഖം കൊണ്ടും കാൽപാദത്തിന്റെ പള്ള കൊണ്ടും. ഇനി ഫമനിസ്തദ്ദ അലൈഹിൽ ഖൗഫു, അവന്റെ മേലിൽ ഭയം ശക്തിയായാൽ. ഒരാൾക്ക് ഭയങ്കര പേടി, കിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കാൻ പേടി. അപ്പോ പേടിച്ചോട് എന്താണ്? മുഖാത്തിലിൻ, യുദ്ധം ചെയ്യുന്നവനെ പോലെ. യുദ്ധം ചെയ്യുമ്പോ നമുക്ക് ഇങ്ങനെ ശത്രു വരുന്ന ഭാഗത്തേക്ക് തിരിയേണ്ടി വരും. വഹാരിബിമിനത്, ശത്രുവിനെ പേടിച്ചോടുന്നവനെ പോലെ, ശത്രുവിൽ നിന്നും പേടിച്ചോടാണ്. അപ്പൊ നിസ്കാരം കലാകാണ്, നിസ്കരിക്കാണ്. ഔ ഹരീക്കിൻ, അല്ലെങ്കിൽ തീപിടുത്തത്തിൽ നിന്ന് പേടിച്ചോടാണ്. ഔ സെയിലിൻ, അല്ലെങ്കിൽ ഒലിപ്പ് വെള്ളത്തിൽ നിന്നും പേടിച്ചോടുന്നവൻ. അപ്പൊ വഹാരിബിൻ, പേടിച്ചോടുന്നവൻ. എന്തിൽ നിന്നും? ഇനാദവ്, ശത്രുവിൽ നിന്നും. വഹരീക്കിൻ, അല്ലെങ്കിൽ തീപിടുത്തത്തിൽ നിന്നും. ഔ സെയിലി, ഒലിപ്പിൽ നിന്നും. ഔ സബൈൻ, കാട്ടുജീവിയിൽ നിന്നും. ഒരു സിംഹം വരുന്നുണ്ട് നേരെ. ഔ ഹയ്യത്ത്, അല്ലെങ്കിൽ ഒരു പാമ്പിൽ നിന്നും. അങ്ങനെ പേടിച്ചോടുന്നവൻ യുസല്ലി, അവൻ നിസ്കരിക്കണം. കൈഫാംകനഹു, അവൻക്ക് സാധിക്കുന്ന വിധത്തിൽ. മാഷിയൻ, നടന്നവനായിട്ടും. വറാക്കിബൻ, വാഹനത്തിലായിട്ടും. മുസ്തഖ്ബിലൻ, കിബിലക്ക് മുന്നിട്ടിട്ടും. മുസ്തദ്ബിറൻ, കിബിലക്ക് പിന്നിട്ടിട്ടും.
അങ്ങനൊക്കെ മുന്നിട്ട്. അപ്പൊ നടന്നിട്ടോ വാഹനത്തിലോ കിബിലക്ക് മുന്നിട്ടോ എങ്ങോട്ടാ ഓടുന്നത് ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് അങ്ങനെ നിസ്കരിക്കാം. കിബിലക്ക് മുന്നിട്ടൊക്കെ ആകാം. ഇനി വൽ മുസാഫിറു, നമ്മൾ നേരത്തെ പറഞ്ഞിനി സുന്നത്ത് നിസ്കാരം യാത്രക്കാരന് കിബിലക്ക് മുന്നിടൽ നിർബന്ധമില്ല. അത് യാത്രക്കാർക്ക് എല്ലാ യാത്രക്കാർക്കും അളവാ. കിബിലക്ക് മുന്നിൽ കഴിയുമെങ്കിൽ പോലും വൽ മുസാഫിറു യാത്രക്കാർ യുസ്വല്ലി നിസ്കരിക്കുന്ന നഫ്ലഹുവിന്റെ സുന്നത്ത് നിസ്കാരം ഉള്ളത് മാഷിയ നടന്നതായിട്ടും റാക്കിബൻ വാഹനത്തിലായിട്ടും നടന്ന് അങ്ങനെ നിസ്കരിക്കാം. അവനെങ്ങനെ നടക്കാണ്, അപ്പൊ അങ്ങനെ നിസ്കരിക്കാം. വലായ അല്ലെങ്കിൽ വണ്ടിയിലാണ്. വലായ എത്തി അവൻ കൊണ്ടുവരത് ഫേലിൻ കസീരിൻ അധികരിച്ച പ്രവൃത്തി ബിലാഹാജത്തിൻ ആവശ്യമില്ലാതെ നിസ്കരിക്കുമ്പോ പിന്നെ മറ്റു പ്രവൃത്തികളൊക്കെ ഒഴിവാക്കുക. നടക്കുന്ന ആ നടത്തമല്ലാതെ വേറെ പ്രവൃത്തിയൊന്നും കൊണ്ടുവരരുത്. വലായ എത്തി അവൻ കൊണ്ടുവരരുത് ബിഫേലിൻ കസീരി അധികരിച്ച പ്രവൃത്തി ബിലാഹാജത്തിന് ആവശ്യമില്ലാതെ. വലായത അമ്മദു അവൻ മനഃപൂർവ്വം ചെയ്യരുത്. വത്ത് അനജസി നജസ് ചവിട്ടലിന് മനഃപൂർവ്വം നജസ് ചവിട്ടരുത്. അവിടെ നടക്കുന്നവനും ഉണ്ട് വാഹനത്ത് പോകുന്നവനും ഉണ്ടാവല്ല. അപ്പൊ ഓരോന്ന് പറയുന്നു കൂടി നമുക്ക് കിബിലക്ക് മുന്നിടണ്ട. പിന്നെ വലയത്തമിതു അവൻ മനഃപൂർവ്വം ചെയ്യരുത്. വലയത്തമ്മതു മനഃപൂർവ്വം ചെയ്ത് വത്ത് അനജസ് നജസ് ചവിട്ടല് അത് ശ്രദ്ധിക്കണം. മനഃപൂർവ്വം ചവിട്ടരുത്. അമ്മൽ മാഷി അപ്പോൾ നടക്കുന്നവൻ ഫയുത്തിമോ. പക്ഷെ വേറൊന്നുണ്ട്, നടന്നിങ്ങനെ പോകുകയാണെങ്കിൽ ഏത് സുന്നത്ത് നിസ്കാരം ഫയുത്തിമോ അവൻ പൂർത്തിയാക്കണം. അർബഅത അർക്കാൻ 4 ഫർളുകൾ പൂർത്തിയായി തന്നെ ചെയ്യണം. മുസ്തഖ്ബിലൽ ഖിബ്ലത്തി ഖിബ്ലക്ക് മുന്നിട്ട് 4 ഫർളുകൾ ഫീഹ ആ ഫർളുകളിൽ ഖിബ്ലക്ക് മുന്നിടണം. 4 ഫർളുകളിൽ മാത്രം ഖിബ്ലക്ക്, ബാക്കിയൊക്കെ നടക്കാം. എന്തൊക്കെയാണത്? അപ്പൊ ഫുള്ള് കിബില ഇല്ലാതല്ല, 4 ഫർളിൽ കിബിലക്ക് മുന്നിടണം. അത് പൂർണ്ണമായിട്ട് ചെയ്യുകയും ചെയ്യണം. ഫയുത്തിമു അർബഅത അർക്കാനി 4 ഫർളുകൾ പൂർണ്ണമായി ചെയ്യണം. മുസ്തഖ്ബിൽ ഖിബ്ലത്തി കിബിലക്ക് മുന്നിട്ട് ഫീഹ ആ 4 ഫർളിൽ കിബിലക്ക് മുന്നിട്ട്. ഒന്ന് അത്തഹറുമു തക്ബീറത്തുൽ ഇഹ്റാം. അപ്പൊ തുടക്കത്തിൽ ഒന്ന് കിബിലക്ക് മുന്നിട്ടിട്ട് അല്ലാഹു അക്ബർ നിയ്യത്ത് ചെയ്തിട്ട് അല്ലാഹു അക്ബർ ചൊല്ലിയിട്ട് പിന്നെ അങ്ങനെ നടക്കുക. റുക്കോ അപ്പൊ ഫാത്തിഹക്ക് നമുക്ക് എന്താക്കാം, നടന്നങ്ങനെ ഓതുക. റുക്കോയിലെത്തുമ്പോ കിബിലക്ക് മുന്നിട്ടിട്ട് നടന്ന് നടക്കുന്നവനെ പറ്റിയാ പറയും. നടന്ന് സുന്നത്ത് നിസ്കരിക്കണം. ആ റുക്കോയിൽ കിബിലക്ക് മുന്നിടണം. പൂർണ്ണമായിട്ട് റുക്കോ ചെയ്യണം. അപ്പൊ സുജൂദ് അപ്പൊ അവനങ്ങനെ നടക്കുന്നിടയില് സുജൂദിന്റെ അടുത്ത് എത്തുമ്പോ കിബില കണ്ട് തിരിഞ്ഞിട്ട് സുജൂദ് അങ്ങോട്ട് ചെയ്യാം. മണ്ണില് സുജൂദ് ചെയ്തൊരു കുഴപ്പമൊന്നുമില്ല. മണ്ണില് സുജൂദ് ചെയ്യാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. മണ്ണിൽ എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല. നജസുണ്ടോന്ന് ഉറപ്പില്ലാത്ത കാലത്തോളം നമുക്ക് അവിടെ ആണ് ചെയ്യാം. മഴയൊക്കെ പെയ്യണ്ടേ, പ്രശ്നം കണ്ട മഴ പെയ്യോ നജസൊക്കെ പോയിട്ടുണ്ടാവും. സുജൂദ് വൽ ജുലൂസ് ബൈനസ് 2 സുജൂദിന്റെ ഇടയിലെ ഇരുത്തം. ഇങ്ങനെ 4 ഫർള് നേരൊക്കെ ചെയ്യണം, പൂർണ്ണമായി ചെയ്യണം, കിബിലക്ക് മുന്നിട്ട് ചെയ്യണം. ബാക്കിയൊക്കെ നടക്കുക. വയംശിയവൻ നടക്കണം. 4 സ്ഥലങ്ങളിൽ മുസ്തഖ്ബിലൻ മുന്നിട്ടതായ നിലക്ക് സൗബ മഖ്സിദിഹി അവന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക്. സൗബ മഖ്സിദി സൗബാറിന ഭാഗത്തേക്ക്, മഖ്സിദി ലക്ഷ്യഭാഗത്തേക്ക് പോകാൻ പോകുന്ന ഭാഗത്തേക്ക്. എന്തൊക്കെയാണത്? അൽ ഖിയാം ഒന്ന് നൃത്തത്തിൽ അങ്ങനെ നടന്നാ മതി പോണ ഭാഗത്തേക്ക്. വൽ ഇഅ്തിദാല് പിന്നെ തശഹുദ് തഹിയ്യാത്ത് വസ്സലാമു സലാം വീട്ടൽ. ഇത് ഇനി വാഹനത്തിൽ പോകുമ്പോൾ ഉള്ളത് കൂടി പറയാം. വറാക്കിബു വാഹനത്തിൽ പോകുന്ന ആൾ എങ്ങനെയാണ് നിസ്കരിക്കുക? സുന്നത്ത് നിസ്കാരമൊക്കെ ഇൻകാനാവനാണെങ്കിൽ പിന്നെ സയ്യാറത്തിൻ കാറ് പോലത്തതിലാണെങ്കിൽ കാറ് ബസ്സൊക്കെ വിട്ട് ഇസ്തഖ്ബലവൻ കിബിലക്ക് മുന്നിടണം. ഫി ഇഹ്റാമിഹി തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത്. ഫഖത്ത് അത് മാത്രം സഹുല എളുപ്പമായാൽ റുക്കോയിലും സുജൂദിലൊന്നുമില്ല, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് മാത്രം. വയൂമിഉ അവൻ ആംഗ്യം കാണിക്കണം. ബിറുക്കോഇ വസ്സുജൂദി റുക്കോയും സുജൂദും. വൈൻകാന അവനാണെങ്കിൽ പിന്നെ സഫീനത്തിൻ കപ്പൽ പോലോത്തതിലാണെങ്കിൽ, തീവണ്ടി കപ്പൽ പോലോത്തതിൽ പെടും എന്ന് തോന്നുന്നു. ഏതായിരിക്കട്ടെ, കപ്പൽ പോലോത്തതാണെങ്കിൽ
അത് കിബിലക്കൊക്കെ മുന്നിട്ട് നിസ്കരിക്കാൻ കഴിയുന്ന യജിബു അലൈഹി അവന്റെ മേലിൽ നിർബന്ധമാണ് അൽ-ഇസ്തിഖ്ബാലു കിബിലക്ക് മുന്നിടൽ. കപ്പല് പോലാത്തതാണെങ്കിൽ കിബിലക്ക് മുന്നിടൽ നിർബന്ധമാണ്. ഫി ജമീ സ്വലാത്തി നിസ്കാരം മുഴുവനും വഇത്മാമുൽ അർക്കാനി ഫർളുകൾ പൂർത്തിയാക്കലും നിർബന്ധമാണ്. ഫുള്ള് കിബിലക്ക് മുന്നിൽ കപ്പല് പോലാത്തതാക്കണം. ഇല്ല ഇതാക്കാന നഹ്വ മല്ലാഹിൻ. അപ്പൊ കാറ് പോലാത്താണെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ മാത്രം കിബിലക്കിനിട്ട് ബാക്കിയൊക്കെ പോണ ഭാഗത്തേക്ക് മുന്നിട്ടിട്ട് ആംഗ്യം കാട്ടി നിസ്കരിക്കണം. റുക്കൂ സുജൂദിലൊക്കെ ആംഗ്യം കാട്ടിക്കണം. കപ്പല് പോലാത്താണെങ്കിൽ മുഴുവനും കിബിലക്ക് മുന്നിടണം. മുഴുവൻ ഫർളുകളും പൂർത്തിയാക്കണം. പൂർത്തിയായി ചെയ്യാൻ കഴിയും. ഇല്ലാ ഇതാക്കാന നഹ്വ മല്ലാഹിൻ കപ്പിത്താൻക്ക് നിസ്കാരത്തിന്റെ സമയത്ത് ഫഹുവ യുസല്ലി അവൻ നിസ്കരിക്കണം. കറാക്കിബി സയ്യാറത്തി കാറ് പോകുന്നത് പോലെ. കാറിൽ പോകുമ്പോ എങ്ങനെ നിസ്കരിക്കാം? നമ്മുടെ അടുത്ത് പറഞ്ഞ ഇഹ്റാമില് മാത്രം കിബിലക്ക് മുന്നിട്ട് ബാക്കിയൊക്കെ ആംഗ്യം കാട്ടി അങ്ങ് നിസ്കരിക്കുക, പോണ ഭാഗത്തേക്ക് തിരിഞ്ഞു. അമ്മൽ മുഫ്തരിദോ അപ്പൊ ഫർള് നിസ്കരിക്കുന്ന ആള് ഫലാജൂസ്. ഇതൊക്കെ സുന്നത്ത് നിസ്കാരത്തെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ. അമ്മൽ മുഫ്തരിദ് അപ്പൊ ഫർള് നിസ്കരിക്കുന്ന ആള് ഫർള് നിസ്കാരം ഫലാജൂസ് അവൻക്ക് ജായിസല്ല ഫീ സഫരി അവന്റെ യാത്രയിൽ തർക്കുൽ കിബിലത്തി കിബിലക്ക് മുന്നിടൽ. ഫർള് നിസ്കാരത്തില് യാത്രയില് എന്ത് പറ്റൂല? കിബിലക്ക് ഒഴിവാക്കൽ പറ്റൂല. ഫലാജൂസു ലഹു അവൻക്ക് ജായിസല്ല ഫീ സഫരി യാത്രയിൽ തർക്കുൽ കിബിലത്തി കിബില ഒഴിവാക്കാൻ പാടില്ല. ഫർള് നിസ്കാരത്തിൽ കിബിലക്ക് മുന്നിട തന്നെ വേണം. വലൽ ഹർക്കത്തുൽ കസീറത്തുൽ മുതവാലിയ തുടർച്ചയായ ധാരാളം ഇളക്കങ്ങൾ പാടില്ല. അപ്പൊ ആ കാറിലൊന്നും ഫർള് നിസ്കരിക്കാൻ പാടില്ല. ബസ്സിലൊന്നും ഫർള് നിസ്കരിക്കാൻ പാടില്ല. വലൽ ഈമാവ് ആംഗ്യം കാട്ടാനും പാടില്ല. അപ്പൊ ഒന്നെന്തട്ട ഇറങ്ങി നിസ്കരിക്കണം. പക്ഷേ അവിടെ തന്നെ ഇറങ്ങി നിസ്കരിക്കാൻ അസാധ്യമായാൽ എന്ത് ചെയ്യും? സാധാരണ കഴിയുമെങ്കിൽ ഇറങ്ങി നിസ്കരിക്കണം എന്നാണ് ഇപ്പൊ പറഞ്ഞത്. നേരത്തെ സുന്നത്ത് നിസ്കാരത്തിലൊക്കെ കഴിയുമെങ്കിൽ പോലെ ഇറങ്ങി നിസ്കരിക്കണ്ട, നിർത്തി നിസ്കരിക്കണ്ട വണ്ടി, മറിച്ച് യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിസ്കരിക്കാം. ഫർള് നിസ്കാരാണെങ്കിൽ കഴിവിന്റെ പരമാവധി ഇറങ്ങി അവിടെ എന്ത് പറ്റൂല? കിബില ഒഴിവാക്കാനും പറ്റൂല, തുടർച്ചയായ അധികരിച്ച ഇളക്കവും പറ്റൂല, വലല്ലീമ വാങ്ങി കാട്ടാനും പറ്റൂല ഫർള് നിസ്കാരം. പക്ഷെ അവിടെ അങ്ങനെ നിസ്കരിക്കാൻ കഴിയൂലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ പക്ഷെ ഖാഫാവിന് ഭയന്നാല് മിന്നുസൂൽ അവൻ ഇറങ്ങി നിസ്കരിക്കൽ അവന്റെ വാഹനത്തിൽ നിന്ന് മശക്കത്തൻ പ്രയാസം ഭയന്നാല് ലാത്തുഹത്തമുല ആദത്തൻ സാധാരണ സഹിക്കാൻ കഴിയാത്ത പ്രയാസം. അവന്റെ കൂട്ടുകാരൊക്കെ പോകും, ഇറങ്ങിയ ചിലപ്പോ വാഹനം പോകും, പിന്നെ അവൻ ഒറ്റപ്പെടും. അപ്പൊ ഇൻഖാഫൻ ഭയന്നാൽ മിന്നുസൂൽ ഇറങ്ങൽ മർക്കബി അവന്റെ വണ്ടിയിൽ നിന്നും മശക്കത്തല്ല തുഹത്തമലു സഹിക്കാൻ കഴിയാത്ത പ്രയാസം ആദത്തൻ സാധാരണ നിൽക്ക് സഹിക്കാൻ കഴിയൂല. ഔ ഫൗത്ത റുഫഖത്തിഹി അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാര് ഫൗത്താവലിനെ നഷ്ടപ്പെടലിനെ ഭയന്നാൽ ഒറ്റയാകും. അപ്പൊ പിന്നെ അവൻ നിസ്കരിക്കണല ഹസബി ഹാലിഹി അവന്റെ അതേ അവസ്ഥയിൽ. ഏതുപോലെ നവാഫിലി സുന്നത്ത് നിസ്കാരത്തിൽ പറഞ്ഞതുപോലെ നിസ്കരിക്കണോ? അപ്പൊ ഭയന്നാല് പിന്നെ സുന്നത്ത് നിസ്കാരത്ത് പറഞ്ഞ മാതിരി തന്നെ ഇഹ്റാമിന്റെ സമയത്ത് മാത്രം കിബിലക്ക് മുന്നിട്ടിട്ട് ബാക്കിയൊക്കെ ആംഗ്യം കാട്ടി നിസ്കരിക്കണം. അല്ല ഇപ്പൊ നമ്മള് കാറ് പോലത്തേൽ പറഞ്ഞത്. കപ്പല് പോലത്താണെങ്കിൽ മുഴുവനും എന്താക്കണം? കിബിലക്ക് മുന്നിട്ടാക്കുകയെങ്കിൽ അങ്ങനെ നിസ്കരിക്കണം. പിന്നെ മടക്കി നിസ്കരിക്കുകയും ചെയ്യണോ? സുന്നത്ത് നിസ്കാരം പോലെ അങ്ങോട്ട് എന്താക്കണം? ആംഗ്യം കാട്ടി നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് പിന്നെ മടക്കി നിസ്കരിക്കേണ്ടി വരും. അപ്പൊ പൂർണ്ണമായിട്ടും കിബിലക്ക് മുന്നിടാൻ കഴിയാതെ പറന്ന് നിസ്കരിച്ചാല് എന്ത് ചെയ്യേണ്ടി വരും? മടക്കി നിസ്കരിക്കേണ്ടി. സുന്നത്ത് നിസ്കാരം പോലെ തൽക്കാലം നിസ്കരിച്ചിട്ട് അപ്പൊ ഇഹ്റാമിൽ മാത്രം കിബിലക്ക് മുന്നിട്ടിട്ട് ബാക്കിയൊക്കെ നിസ്കരിക്കാം. അത് ഏതൊരു കാറ് പോലത്തേലാണെങ്കിലാണ്. കപ്പൽ പോലത്തേലാണെങ്കിൽ പുള്ളി നിസ്കരിക്കാൻ കഴിയും, പ്രശ്നമില്ല, പിന്നെ മടക്കി നിസ്കരിക്കേണ്ട ആവശ്യം വരില്ല. പക്ഷെ സുന്നത്ത് നിസ്കാരം പോലെ എപ്പോഴും അതാ പറയുന്നത് സുമ്മ മടക്കി നിസ്കരിക്കും. കാരണം അവനാണെങ്കിൽ തറക്കൽ കിബിലത്ത കിബില ഒഴിവാക്കി നിസ്കരിച്ചതാണെങ്കിൽ ഔലം യുത്തിമ്മൽ അർക്കാൻ ഫർദുകളെ പൂർത്തിയാക്കാതെ നിസ്കരിച്ചതാണെങ്കിൽ എന്ത് ചെയ്യണം? മടക്കി നിസ്കരിക്കുകയും ചെയ്യണം. യാത്ര കഴിഞ്ഞിട്ടൊന്ന് നിസ്കരിക്കണം. അതാണ് യാത്രക്കാരന്റെ ഫർദ് നിസ്കാരം, സുന്നത്ത് നിസ്കാരത്തിന്റെ ഒക്കെ രൂപം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.